ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ചെറിയ സംഭവം കാണിക്കാൻ വേണ്ടിയാണ്. ഏതാണ്ട് ഒരു 2-3 മാസത്തിന് ശേഷം ഒരാൾ പണിയെടുക്കുകയാണ്. കണ്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായത്. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, കുറുക്കൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. കുളിപ്പിക്കാൻ തുടങ്ങാം. അങ്ങനെ വേണ്ട കുളിപ്പിക്കാൻ അമ്മ ക്ലിപ്പ് എടുത്തിട്ടില്ല. കുറുക്ക് കുഴിച്ചിട്ട് കുറുക്ക് കഴിച്ചിട്ട് തല മുതൽ കാല് വരെ എന്തോന്ന് നോക്കുക, എത്തി നോക്കുക, അപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, ഡ്രസ്സില്ലാതെ കാണിക്കാൻ പറ്റില്ല. കുളിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് വാ, എന്നിട്ട് ഗബ്രൂട്ടനെ കാണിക്കാം. അങ്ങനെ ഗബ്രൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ഡോർ തൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി. എത്ര മാസമായിടി? 4-5 മാസത്തോളം കഴിഞ്ഞു. ആ, അത്രയും നാളായിട്ട് കയ്യിലെ വേദന മാറിയതിനു ശേഷം പുള്ളിക്കാരിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഇത്രയും നാളത്തിന് ശേഷം? ഇപ്പൊ മുറിഞ്ഞനെ, ഇപ്പൊ പോയതിന്റെ കാര്യം വേണ്ട. അടുത്ത ഇവിടെ തെറിച്ച് മിക്കവാറും എന്റെ വിരലിന്റെ അച്ഛൻ്റെ കൂടെ ഇട്ടതായിരുന്നു കേട്ടോ. തോർത്ത് മോന്റെ തോർത്ത് കഴിയ കൂട്ടത്തിലുള്ളത്. പിന്നെ ദാണ്ട ഈ ടവലുണ്ട്, ഈ പിങ്ക് കഴിയ കൂട്ടത്തിൽ ഞാൻ തൊട്ടിൽ ഇട്ടിട്ടുണ്ട്. ആ, അയ്യോ കണ്ണിൽ ഏതാണ്ട് പോയി. അപ്പൊ ചീനി പൊളിക്കുകയാണ്. ചീനി മാത്രല്ല, കാച്ചിലുണ്ട്. അല്ല, കാച്ചിലല്ലല്ലോ, സോറി, ചേമ്പല്ലേ? ആ, ചേമ്പാണോ? ആ, ചേമ്പ്. എന്റെ ഫേവറേറ്റ് ഫുഡാ ഇതൊക്കെ. ഉറക്കെ പറഞ്ഞാലേ കേക്കൂ. എന്റെ ഫേവറേറ്റ് ഫുഡാ. ഓ, നാട്ടുകാർ മൊത്തം കേട്ടു. നാട്ടുകാർ കാണാനാണല്ലോ വീഡിയോ എടുക്കുന്നത്. പിന്നെ എനിക്കിത് കാണുമ്പോ എന്റെ ഓർമ്മ എന്താ, പണ്ട് കപ്പവാട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ കപ്പവാട്ടില്ല. ആ, ഇടുക്കിയില് പണ്ട് ഞാൻ കപ്പക്കല്യാണം, ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ കണ്ടത് കപ്പക്കല്യാണോ ഇവരുടെ കപ്പവാട്ടിന്. അതായത് കുറെ കുടുംബങ്ങൾ ചേർന്നിരുന്നിട്ട് ഇങ്ങനെ കപ്പ, അത് ഇടുക്കി ഫേമസ് ആ കപ്പവാട്ടെന്ന് വെച്ചാ പുഴുങ്ങിയിട്ട് ഉണക്കൂല്ലേ. എന്റെ അച്ഛന് കപ്പവാട്ടം നിൽക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ ഇത് തൊലി ഇങ്ങനെ പൊളിക്കാൻ നിൽക്കുമല്ല. അപ്പൊ എന്റെ എല്ലാ വിരളും മുറിയായിരുന്നു കൊച്ചിലെ. എന്നിട്ട് ഞാൻ മുറിയും വെള്ളത്തിൽ കൊണ്ട് മുക്കും. എനിക്കിഷ്ടമാണ് പൊളിക്കാൻ. കത്തിയുടെ ഒരു പേടിയുണ്ട്, പക്ഷെ എനിക്ക് നല്ല മൂർച്ചുള്ള കത്തി വേണം താനും, കറിക്കല്ല. ഇവിടെ ഞാൻ ഇച്ചാനെ കൊണ്ട് എപ്പോഴും മുറിച്ച് കൂട്ടിരിക്കലിച്ച. പിന്നെ എനിക്ക് കയ്യോറയും മസ്റ്റാ, പക്ഷെ പൊളിക്കുന്നോണ്ട് ഞാൻ കയ്യോറ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ മോൻ്റെ ചേറ് ഞങ്ങൾ ഉപയോഗിച്ചിടത്തോളം ഞങ്ങളൊരു ഇത് പറയാം, എക്സ്പീരിയൻസ് പറയാം, നല്ലതാണ്. കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിട്ട് ഡോറയ്ക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. ഡോറയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. മറ്റേന്ന് വെച്ചാൽ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞെരിപീരി കൊണ്ടങ്ങ് മൊത്തത്തിൽ ഇതാക്കി കളയും. പക്ഷേ ഇതിനകത്ത് ഇരുത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സൈലൻ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ കളിപ്പാട്ടൊന്നും എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല, എന്ത് വെച്ചാലും. ഇന്നലെ ഉച്ചക്ക് ചോറ് കൊടുത്തപ്പോളെ ബോട്ടിലിൽ വെള്ളം തന്നു കേട്ടോ. ഞാനത് ഇവിടെ വെച്ചിട്ട് പുള്ളി അതിൽ നിന്ന് എടുത്തിട്ട് കുറെ നേരം ഇങ്ങനെ പിടിച്ചിട്ടേ ഇതാ ഇങ്ങനെ എടുത്തിട്ട് നൈസായിട്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എടുത്തു തരാൻ പറ്റത്തില്ല. കറക്റ്റ് അമ്മയുടെ കളത്തരം മൊത്തവും കയ്യിലുണ്ട്. എന്താ അങ്ങനെ ടോപ്പ്? ഇത് മൽബറി പറത്ത് പൈപ്പ്. അയ്യോ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ മൽബറി. കത്തി എനിക്ക് ആയുധം വെച്ചുള്ള കളിയാ കേട്ടോ. അപ്പം അല്ല, മോന്റെ കാര്യം അങ്ങനെ ഇട്ട്. അപ്പൊ ഞാൻ പറയും ചെയ്തു, ആരും ഇവര് പിള്ളേർ സ്കൂളിൽ പോയിക്കോല്ലോ, അവരെ എടുത്തു കൊടുക്കുന്നേ. അച്ഛനൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഗബ്രൂട്ടൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിച്ചില്ല, എണ്ണ വെച്ചതേ ഉള്ളൂ. ആണോ? സോറി, ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് കുളിച്ചു. ഉറക്കം വരുന്നുണ്ട്. എന്താ അതെന്തുവാ? ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പപ്പായെ കൊണ്ട് ലേസർ ചികിത്സക്ക് വിധേയമാക്കാം. മൊത്തം കരിച്ചാളെ മുടി കെട്ടത്തുള്ളായിരുന്നു. മൊത്തം കരിച്ചാളെ ഒരുപാട് മുടി വേണമെന്നുള്ള കെട്ടാനായിട്ട് അല്ലേ. അരുമ്പാറ വരുമ്പോ എന്റെ അച്ഛന്റെ കണ്ണിന്റെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടേ? എനിക്കറിയില്ല, എനിക്ക് വന്നിട്ടില്ല. ഉണ്ടായിരുന്നു. എന്നിട്ട് മുടി ഇങ്ങനെ കുറച്ച് ദിവസം കെട്ടി വെച്ച് കഴിയുമ്പോ അത് തന്നെ അതാ പറഞ്ഞ അധികം ഹൈറ്റ് പാടില്ല. ജിമ്മിൽ വല്ലതും പോണം. എനിക്ക് ഭയങ്കരമായിട്ട് വയറ് ചാടി. ഇവ കളിയാക്കുന്ന ഇവർ രണ്ടുപേരും കൂടെ, ഇവളും കളിയാക്കും, നാസിയും കളിയാക്കും. ഭയങ്കര വയറ്. നാസി പിന്നെ പറഞ്ഞ് കളിയാക്കുന്നതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാ. ഇവള് പിന്നെ കാലവരി നെൽത്തടിക്കാലാ. ഉണ്ട്.
എനിക്കറിയാമുണ്ടെന്ന്. ഇത് എന്ത് ചെയ്യാനാടി? ഇത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കുഴി ഒഴിക്കും, എന്നിട്ട് അവിടുന്ന് സോമം മുളച്ചു വരും ഇങ്ങനെ അല്ലേ? അതല്ലേ? അതെങ്ങനെയാണ്? അതെനിക്ക് മനസ്സിലായില്ല. അത് സോമം മുളച്ചു വരും. ഇതെന്തിനാടി ഇത്രയും ചെറിയ പീസ് എന്നാലേ എനിക്ക് കയ്യിൽ ഇതാ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീളത്തിൽ വരുമ്പോഴേ താഴെ പോകും. അതുകൊണ്ട് ഞാൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ചെണ്ട പൊടുങ്ങാന്ന് പറയും, ഇങ്ങനെ കൊത്തിപ്പൊടുങ്ങും. അതെന്താ ചെണ്ട ഉണ്ട് അതിനകത്ത്? അതെനിക്കറിയില്ല, ഇടുക്കി സ്ലാങ്ങിൽ അങ്ങനെ പറയും, ചെണ്ട മുറിയും കപ്പാന്ന് പറയും. അതും നല്ല കാന്താരി ഉടച്ച ചമ്മന്തി, കട്ടൻ ചായയും ജോണിന്റെ പാട്ടും. ആ ചീനി കൊള്ളലെന്ന് തോന്നുന്നു. ഈ സൈഡ് തൊലി പോയതിന്റെ ഏതാന്ന് തോന്നുന്നില്ലേ? അത് ഈ പിങ്ക് ഇത് കളഞ്ഞാ മതി, ചെത്തി കളഞ്ഞാ മതി. ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ജോൺസൺ മാഷിന്റെ പാട്ടും. ആഹാ, പോളി വൈബ്. അത് ഏതോ സിനിമയിലെ ഡയലോഗ് ആണല്ലേ? ചാർലിയിലല്ലേ? ചാർലിയിലെ ഡയലോഗ്. ആഹാ അന്തസ്, ആ ഡയലോഗ്. ഞാൻ കടമെടുത്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാവേ. ഇന്നലെ ഒരു കമന്റ് വന്നായിരുന്നേ, ദാരിദ്ര്യം പിടിച്ചവര് എന്തോ ജീവിക്കാൻ പാടില്ല. ചെറിയായിട്ട് എനിക്കൊരു ഡൗട്ട്, ഈ ദാരിദ്ര്യം പിടിച്ചവരും കഷ്ടകാലം പിടിച്ചല്ല കഷ്ടത്തിൽ കഴിയുന്നവരൊന്നും ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരല്ലേ? എന്ന ആൾക്കാരാണെന്ന് ദാരിദ്ര്യം പിടിച്ച ജന്മങ്ങള് നാണോ ഇല്ല ഇങ്ങനെ ജീവിക്കാൻ? അവർക്ക് ജീവിക്കാൻ പാടില്ലെന്നുണ്ടോ? എനിക്കത് മനസ്സിലായില്ല അങ്ങനെ ഒരു കമന്റ് വന്നത്. ലോകത്താരും ഇങ്ങനെ പറയത്തില്ല. നമ്മൾ എന്താ പറയുന്നത്, കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ സമ്പത്തുള്ളവരെക്കാളും കൂടുതൽ സമ്പത്തില്ലാത്തവരാണ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും പോയി മരിക്കണോ? എനിക്കത് മനസ്സിലായില്ല. എന്നാ കമന്റ് ആണെന്ന് ആൾക്കാരൊക്കെ ഇരുന്നത്. അത് പോകാനായിട്ട് നല്ല ഒറിജിനൽ ഐഡിയ ഒന്നും. പിന്നെ നമ്മൾ മറ്റേ അതേതായിരുന്നു ഞങ്ങളുടെ ലോഗോ, മറ്റേ പത്തനംതിട്ട ചേച്ചി, ആ പുള്ളിക്കാരി ഇല്ലേ ആദിവാസികളുടെ അവിടെയൊക്കെ പോയിട്ടുള്ള, ഞങ്ങളിങ്ങനെ അവര് ഇപ്പം കണ്ടുപിടിച്ചില്ലേ നമ്മുടെ മറ്റേ റാണി പി സദാശിവൻ. റാണി പി സദാശിവനെ ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. നേരത്തെ കണ്ടുപിടിച്ച് ഞങ്ങൾ പബ്ലിക് ആക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച്, ഞങ്ങൾക്ക് പിന്നെ അതിനുശേഷം മോശപ്പെട്ട കമന്റ് ഒന്നും ഇടാൻ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് ഐ ഡി തന്നെ 3 എണ്ണം ഉണ്ട് പുള്ളിക്കാരിക്ക്. ഞങ്ങളിതെല്ലാം കണ്ടുപിടിച്ചത് നേരത്തെ തന്നെ. പക്ഷേ പിന്നെ നമ്മളിത് പബ്ലിക് ആക്കാൻ പോയില്ല. അന്ന് ഞങ്ങളുടെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്താ പബ്ലിക് ആക്കാത്തതെന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു അവരെ പോലെ നമ്മൾ താരം താഴണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ പബ്ലിസിറ്റി അല്ല അവരുടെ അക്കൗണ്ട് പബ്ലിക് ആക്കാൻ പോയില്ല, കാരണം അവർക്കൊന്നും കൂടെ ഫേമസ് ആവാൻ കിട്ടും. ഞങ്ങളതുകൊണ്ട് ഒട്ടും സമ്മതിച്ചില്ല ഫേമസ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അവർ ഇത് ഞങ്ങളിങ്ങനെയാണെന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തുന്നവർ അതെന്തായാലും പബ്ലിക് ആക്കി. ഒരുപാട് പേര് എന്തായാലും റാണി പി സദാശിവൻ്റെ മോൻ കണ്ടു. റാണി പി സദാശിവൻ മാത്രമല്ല, അയ്യോ അവര് പറയുന്ന വാക്കുകൾ പുറത്ത് പറയാൻ പറ്റില്ല. ഡോറേനെ എന്തെല്ലാം പറഞ്ഞറിയോ, കുഞ്ഞിനെ എന്തെല്ലാം പറഞ്ഞു. നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട് അവരുടെ ഇത്. അതുപോലെ തന്നെ വേറെ 1-2 പേരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇനി നമ്മളൊന്ന് അറ്റാക്ക് ചെയ്താലോ, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഈ വീറാനിലവനൊക്കെ വരുന്ന കമൻറ്റുകളാണ്. അതുപോലെ തന്നെ മറ്റേ ആക്ടർ കൃഷ്ണകുമാറിൻ്റെ ഒരു മോളുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരിയുടെ കല്യാണം ഈ ഇടയ്ക്ക് അങ്ങോട്ട് കഴിഞ്ഞത്. ആ പുള്ളിക്കാരിയൊക്കെ പറയുന്ന അനാവശ്യം കേൾക്കണം. ഞെട്ടിപ്പോയി അവരെയൊക്കെ പറയുന്ന അനാവശ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. പച്ച തെറിയ വിളിക്കുന്ന എന്നെ ആൾക്കാരാണെന്ന് ഇതൊക്കെ. വാല്, ഉടല്, തല, വായ്, ചുണ്ടോടെ ചുണ്ടൊടിഞ്ഞു പോയി. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞില്ല, അത് ശ്രദ്ധിച്ചാ പോലെ. ഇല്ല, ഇതിന്റെ കാലില്ല, ചിറകവിടെ ഇത് അപശ്യത പിടിച്ച് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എടുത്തോണ്ട് പപ്പും കൂടെ പറിച്ചു കളഞ്ഞാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കിത് കണ്ടിട്ട് എലിയാ തോന്നുന്നത്. അതും കൊള്ളാൻ കേട്ടോ. വാലല്ലേ, ഈ വാലിന്റെ അറ്റം ഒടിഞ്ഞത്, ഇവിടെ ഒടിഞ്ഞത്, അത് നീര് വെച്ചേക്കുക. ശരിയാ, പാവമുണ്ട്. പൂച്ചയായിട്ട് അറ്റാക്ക് ചെയ്തപ്പോ കാല് 2 നഷ്ടപ്പെട്ടു പോയി. നമ്മളെ തോറ്റല്ലേ? നമ്മളെ കൊണ്ട് ഞാൻ തോറ്റിട്ടില്ല, നിന്നെ കൊണ്ട് നീയാ തോറ്റത്. പറഞ്ഞു അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ രാവിലെ പിന്നെ മോന് മുട്ട കൊടുത്തതിന്റെ തോന്നുന്നു അലർജി ആയോന്നൊരു ഡൗട്ട് ഉണ്ട്. രാവിലെ നമുക്ക് ഇതല്ല, രാവിലെ നമുക്ക് അപ്പം കടലക്കറിയാ. ഇത് അമ്മയും ഞാനും കൂടി ഇന്നലെ പ്ലാൻ ചെയ്ത ഒരു ഐഡിയ. എന്റെ സംഗതി എന്തുവാ? ഇതും
ഇതും കടലയില്ലേ അതും കൂടെ ഇത്ര പൊക്കിൽ പിടിച്ചതിന്റെ പെടല് താഴെ അങ്ങോട്ട് ഇരിക്കണമല്ലോ ഇവിടെ. പ്രിൻസേ മോന്റെ ചായ എടുത്ത് കുടിക്കേ. എന്തുവാ ഇത് പുഴുക്ക് പോലെ ഇതാകാൻ വേണ്ടിട്ടാ. എന്താ കൊണ്ടുപോവാ. സമയം എന്തായി? 9 ആയോ? ഞാൻ കൊറേ അത് കുഴപ്പമില്ല, കൊണ്ടുപോവാ. അറിയില്ല, പല വിലയുടെ ഉണ്ട്. പറ എന്തായിരുന്നു ഇത് പറഞ്ഞോണ്ടിരുന്ന അമ്മ? പുഴുക്ക് ഇതും കടലയും എന്താ ഇതും പുഴുക്ക്. ഇത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടി ഇട്ട് പുഴുക്ക് പോലെ ഉണ്ടാക്കും. ചേമ്പ്, കാച്ചില്, ചേന. പക്ഷെ നമ്മുടെ അടുത്ത് ഈ 3 സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊരു പുഴുക്ക് പോലെ ആക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എനിക്ക് ഏത് രീതി വെച്ചാലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലും. നമ്മുടെ ഇവിടെ പുഴുങ്ങും കഴിക്കും, ഉടച്ചും കഴിക്കും, അത്രേ ഉള്ളൂ ഇവിടെ. ഞങ്ങളുടെ എരിശ്ശേരി വെക്കും തോന്നുന്നു. എരിശ്ശേരി എന്ന് വെച്ചാ ഈ മോരുകറി പോലെ വെക്കത്തില്ലേ? അപ്പൊ അതിനകത്ത് എന്തൊഴിക്കും? മോരൊഴിക്കോ? ഇല്ല, തേങ്ങ അരച്ച് ചേർത്ത് ലൂസാക്കി എടുക്കും. ഒരു തവണ എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു തോന്നി ചായൻ. ശരി. പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനെയൊന്നും വെക്കത്തില്ല. ഇതെല്ലാം കൂടി ഇട്ട് തേങ്ങ അരച്ച് കുഴച്ചങ്ങ് എടുക്കും. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ചെണ്ട അപ്പയായിട്ട് പുഴുങ്ങും. പിന്നെ എനിക്ക് ഇവിടെ ചെണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ ചെണ്ടക്കുട്ടുന്ന ചെണ്ട ഓർമ്മ വരുന്നു. ഇടുക്കിയിൽ നമ്മുടെ മറ്റു ചേച്ചിയുടെ വീഡിയോക്കകത്തൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ചെണ്ടങ്കപ്പ എന്നാ പറയുന്നതെന്ന് പറയും. പക്ഷെ അതെന്താ അങ്ങനെ പേര് വന്നത് എനിക്കറിയില്ല കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ ഇതല്ലേ. എനിക്ക് തോന്നുന്നു പണ്ട് ചെണ്ടമേളം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന ഫുഡായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു പേരിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഇട്ടായിരിക്കുമല്ലോ, പറയാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. തല കാണിക്കല്ലേ കേട്ടോ. ഇല്ല, ഒരിക്കലും കാണിക്കില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മളെ നെഗറ്റീവ് കമന്റ് ഇട്ട് സഹായിച്ച എല്ലാവരോടും നല്ല സത്യം നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോൾ വീഡിയോ റീച്ചാക്കി തന്നതിനും ഞങ്ങളുടെ ഡോളർ കൂട്ടിയത്. നെഗറ്റീവ് കമന്റ് അങ്ങോട്ട് വന്നപ്പോഴത്തെ വീഡിയോ ഒരു റീച്ചായി. എന്തായാലും നെഗറ്റീവ് ഇട്ടവരോട് ഒരുപാടധികം നന്ദിയുണ്ട്. കാരണം നിങ്ങളെ പോലുള്ള ഒരു നെഗറ്റീവ് ഇട്ടാലും നമുക്ക് വീഡിയോ റീച്ച് ആവത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.